അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. Hare
ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാർ യോസേപ്പിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ബെനഡിക്റ്റ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവായ മാർ മത്തായി മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിനു കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഹൃദയമേ ഒരുങ്ങു നീ തിരുസുതൻ തൻ വരവിനായി, തിരുമുഖം കണ്ടിടുവാൻ അണഞ്ഞിടൂ നീ സന്തോഷമായി. ഹൃദയമേ ഒരുങ്ങു നീ തിരുസുതൻ തൻ വരവിനായി, തിരുമുഖം കണ്ടിടുവാൻ അണഞ്ഞിടൂ നീ സന്തോഷമായി. നീയല്ലാതെ ആരാണെന്റെ സ്വന്തമായി? കഷ്ടപ്പാടിൻ നാളുകളോ മാഞ്ഞുപോയി രക്ഷാനാളായി. നിന്റെ രാജ്യം പുൽകിടവേ വാനദൂതർ കാഹളത്താൽ ഇമ്പമായി പാടിയിടുന്ന വാനഗീതം കേട്ടു ഞാനും. ഹൃദയമേ ഒരുങ്ങു നീ തിരുസുതൻ തൻ വരവിനായി, തിരുമുഖം കണ്ടിടുവാൻ അണഞ്ഞിടൂ നീ സന്തോഷമായി. പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇവയൊക്കെ തരണമേ. ഞങ്ങളുടെ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഭഗവത്പ്പെടുത്തണമേ, ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജേഷത്തെയും മഹത്വവും എന്നേക്കും അങ്ങനെയാകുന്നു. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി താഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ്റെ ക്ഷമിനാഥാ, പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ്റെ ക്ഷമിനാഥാ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ്റെ ക്ഷമിനാഥാ, ഞങ്ങളിൽ കനിയണമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. മിശിഹാ കർത്താവേ, നരകുലപാലകനേ, എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാർ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളെ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ തിരുനായ മാർ ബെന്നഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ പിതാവ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ മാതൃമെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ തോമസ് ലീഗയുടെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെ അവരെ കുടുംബാംഗങ്ങളെയും ആസ്വദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിമളരായി വന്നൊരു പുണ്യാത്മാ, മാമരമേലുയരും നഗരം നീ, വിനയമുടെ വന്ദനമരുളുന്നു. ലോകത്തിൻ വഴികളിലുഴലാതെ
ശിഷ്യവേദനേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്മരിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ദാസനായ മാർ തോമാസ് ശ്ലീഹായെ ഭാരതത്തിന്റെ അപസ്തോലനും ഞങ്ങളുടെ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. വിശുദ്ധ ശ്ലീഹായുടെ കാലടി കൽപ്പിച്ചെന്ന് ക്രിസ്തുവിന്റെ സജീവ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സകലത്തിന്റെ നാഥായ എന്നേക്കും. ആമേൻ. ക്രിസ്തുവിന്റെ ആഹ്വാനം ശ്രമിച്ച മാത്രയിൽ വെച്ച് വരയപ്പൻ ജീവിപ്പിക്കുകയും മാതാപിതാക്കന്മാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് സുശേഷമേലക്കായി തിരിച്ച മാർ തോമാസ് ശ്ലീഹായെ മനസ്സിലാക്കി അന്തരജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നന്മ ചെയ്തവരുടെ സന്ദേശം ദിവ്യഗുരുവിനെ മരണം വരെ എഴുതാമം ചെയ്ത ശ്ലീഹായെ ഏതൊരു പ്രദേശങ്ങളിലും ക്രിസ്തുവിനെ പിടിച്ചെടുവാനും സത്യത്തിന് സാക്ഷികളാകുവാനും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. പിതാവുമായ സുരേഷനായിരിക്കും. ദൈവം തേടിച്ചവരേ, മാർത്തോമാവിൻ സോദരാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ക്രിസ്തുവിൻ ദിവ്യമാർഗ്ഗം, സത്യത്തിൻ നവ്യമാർഗ്ഗം കൃത്യമായി പിന്തുടരാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾക്ക് ഈ വരം സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി നിങ്ങളും കൊടുക്കുവിൻ എന്ന് അരുളി ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മധ്യത്തിലേക്ക് അപ്പസ്തോലന്മാരെ അയച്ച മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മീയമായ എല്ലാ ബലഹീനതകളിലും രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ വിമുക്തരാകട്ടെ. എല്ലാ പ്രലോഭനങ്ങളിലും പൈശാചിക പ്രേരണകളിൽ നിന്ന് നിങ്ങൾ വിമോചിതരാകട്ടെ. ശാരീരികമായ എല്ലാ വേദനകളും രോഗങ്ങളും നിങ്ങളെ വിട്ടുമാറട്ടെ. ഇനിയും സകലം വഴി നിങ്ങളുടെ ജീവിത വിശുദ്ധീകരണമാണ് ദൈവത്തിന് മനസ്സെങ്കിൽ എല്ലാ വേദനകളും ആകുലതകളും ക്ഷമയുടെ സഹിക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു ദഹനബലിയായി പരമപിതാവിന് കാഴ്ചവെക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. രോഗികളെ സൗഖ്യപ്പെടുത്തിയ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരുടെ സുവിശേഷം പ്രസംഗിക്കുകയും അവരുടേതായ ലക്ഷ്യങ്ങൾ സഹിച്ച് രക്തസാക്ഷിമാരും ചുടുകയും ചെയ്തതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്താനും ദുഃഖം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും പാപികളെ മോചിപ്പിക്കുവാനും പിശാചുബാധിതരെ സൗഖ്യമാക്കുവാനും എല്ലാവരും ദൈവസ്നേഹം വളർത്തുവാനും വേണ്ടി ജീവിതകാലം മുഴുവൻ ചെയ്ത വിശുദ്ധന്റെ മധ്യസ്ഥത്താൽ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾ സാധിച്ചു തരണമേ. സകലത്തിന്റെ നാഥായ എന്നേക്കും. ആമേൻ. പോലെ ഈശോയെ പ്രഘോഷിക്കാൻ ധാരാളം ദൈവവിളി ഉണ്ടാകുവാനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവും സഭാധ്യക്ഷനും അതിരുപതാധ്യക്ഷനും മറ്റെല്ലാ അഭിഷിക്തരും സമർപ്പിതരും മേലധികാരികളും അങ്ങേ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ നിറയുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയേകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്ക് തൊഴിലും മദ്യത്തിനും മയക്കുമരുന്നിനും തഴക്ക ദോഷങ്ങൾക്കും നിരീശ്വര പ്രസ്ഥാനങ്ങൾക്കും അടിമകളായവർക്ക് മോചനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർത്തോമായ വിശ്വാസം സ്വീകരിച്ച എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ദൈവമകരായി വളർന്നു വരുവാനും ഐക്യത്തിന്റെ മുഖ്യധാരയിൽ എത്തിച്ചേരുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി ദൈവവിശ്വാസത്തിൽ ആഴപ്പെടാനും വരം വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാന്യവാനായ ദൈവമേ, ഈശോ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കാൻ മാർ തോമാസ് ശ്ലീഹായെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൃഢമായ ദൈവവിശ്വാസത്തിലും സുവിശേഷത്തിനും സാക്ഷ്യം നൽകുന്ന ഹൃദയവിശുദ്ധിയിലും ഞങ്ങളെ വളർത്തുകയാണമേ. മാർ തോമാസ് ശ്ലീഹായുടെ മധ്യസ്ഥത്താൽ അനുഗ്രഹങ്ങളും നന്മകളും ഈ സമൂഹത്തിൽ ധാരാളമായി വർഷിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ ഹൃദയനാഥനെ ഏറ്റുപറഞ്ഞ് ജീവിതത്തിൽ സാക്ഷികളാകാൻ
ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. വിശേഷം സ്നേഹിക്കുവാനും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനുമായി സ്നേഹന്മാരുടെ ചികിത്സയായി നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും ദൈവരാജ്യം പ്രചരിപ്പിച്ച വിശുദ്ധ തോമാസ് ലേഖയെ നമുക്ക് അനുകരിക്കാം. ദൈവികാകാര്യങ്ങൾ ചെവിക്കൊള്ളുവാനും ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. വിശ്വാസം സംരക്ഷിക്കുവാനും സന്മാർഗത്തിൽ ചരിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിന്റെ തന്ത്രത്തിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. എല്ലാവിധ രോഗങ്ങളിലും ആകുലതകളിൽ നിന്ന് നിങ്ങൾ വിമോചിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടി സൗഭാഗ്യകരമായ ജീവിതം നയിക്കുവാനും ഭാഗ്യപ്പെട്ട മരണം വഴി ദൈവത്തെ കണ്ടാനന്ദിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. വിശുദ്ധ തോമാസ് ലേഖയെ നമുക്ക് പിതാവായി നൽകിയ നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും എല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹവും എല്ലാവർക്കും സ്വർഗീയ വരങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ, കാത്തു കാത്തിടും നിൻ സ്നേഹം. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ, കാത്തു കാത്തിടും നിൻ സ്നേഹം. ഒടുവിൽ തളർന്നിരുന്നിടമോ നിൻമടിത്തട്ടായിരുന്നു. ഒടുവിൽ തളർന്നിരുന്നിടമോ നിൻമടിത്തട്ടായിരുന്നു.
തട്ടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ കാൽ ചുവടായിരുന്നു. ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ നിൻ കാൽ ചുവടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. അകതാരിലെന്നും ദീപമായി നിറയാൻ, ഹൃദയത്തിലെന്നും നാഥനായി വാഴാൻ. അകതാരിലെന്നും ദീപമായി നിറയാൻ, ഹൃദയത്തിലെന്നും നാഥനായി വാഴാൻ. പ്രിയനേശുനാഥൻ പ്രഭയായി നിറവായി അണയുന്ന നിമിഷത്തിലാരാധന. പ്രിയനേശുനാഥൻ പ്രഭയായി നിറവായി അണയുന്ന നിമിഷത്തിലാരാധന. ആരാധന നിത്യമാരാധന, തിരുമുൻപിലർപ്പിക്കുന്ന ആരാധന. പ്രിയനേശുവേ ജന്മസാഫല്യമേ, ശിരസു നമിച്ചുകൊണ്ടാരാധന. നിൻ മനമോടൊന്നായി ചേരാൻ, നിൻ വചനത്തിനൊളിയിൽ ചരിക്കാൻ, ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കാൻ ആരാധനയ്ക്കായി വരുന്നു. നിന്നാത്മാവിനാലേ നിറയാൻ
നിൻ കരുണാർദ്ര സ്നേഹം നുകരാൻ ഒരു നേരമൊന്നായിരിക്കാൻ ആരാധനയ്ക്കായി വരുന്നു. ആരാധന, നിത്യമാരാധന, തിരുമുൻപിലർപ്പിക്കുന്ന ആരാധന. പ്രിയനേശുവേ, ജന്മസാഫല്യമേ, ശിരസ്സു നമിച്ചുകൊണ്ടാരാധന. എൻ മനസ്സിൽ നീ ശാന്തിയായെത്തും. നിൻ പ്രഭയിൽ ഞാൻ എന്നെ മറക്കും. തിരുസന്നിധേ എന്റെ നാഥ, ആരാധനയ്ക്കായി വരുന്നു. എൻ ബന്ധനമെല്ലാം നീ മാറ്റും. പാപച്ചങ്ങലയെല്ലാം തകർക്കും. ആത്മാഭിഷേകം നൽകും. ആരാധനയ്ക്കായി വരുന്നു. അകതാരിലെന്നും ദീപമായി നിറയാൻ, ഹൃദയത്തിലെന്നും നാഥനായി വാഴാൻ. പ്രിയനേശുനാഥൻ പ്രഭയായി നിറവായി അണയുന്ന നിമിഷത്തിലാരാധന. ആരാധന, നിത്യമാരാധന, തിരുമുൻപിലർപ്പിക്കുന്ന ആരാധന. പ്രിയനേശുവേ, ജന്മസാഫല്യമേ, ശിരസ്സു നമിച്ചുകൊണ്ടാരാധന.
കത്തിച്ച ദീപവുമായി മാതാവിന്റെ ഈശോയുടെ രക്ഷകരമായി നാം ഈ വഴികളെ കടന്നുവന്നപ്പോൾ ഈ നാടിന് പ്രകാശമായി പ്രചോദനമായി തോമാസിക നമ്മെ ഒത്തിരിയേറെ അനുഭവിച്ചു. പ്രമുഖമായ കാലാവസ്ഥ തോമാസിക പിടിച്ചു നിർത്തി നമ്മെ അനുഭവിച്ചതിന് അതുകൊണ്ട് ഈ ദിനത്തിലെ സന്ദേശം നൽകുന്നതിന് നമ്മുടെ പ്രിയകരമായ ഏറ്റവും മാത്യുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഭാരതത്തിന്റെ അപസ്തോലനും നമ്മുടെ മധ്യസ്ഥമായ വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുനാൾ ആചരിക്കുന്ന ഈ അവസരത്തിൽ ഈ തിരുനാൾ സംബന്ധിക്കുവാനായിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഈ നാട്ടിലെ സർവ്വജനങ്ങൾക്കും ദേശവാസികൾക്കും തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് ചെയ്യുന്നത്. ഘടനയെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മീയ ഉണർവിന്റെ ദിവസമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഈ ഇടവകയിലും ഈ നാട്ടിലും എല്ലാവരും പറയുന്ന പോലെ ദേശീയ ഉത്സവമായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. സർവോപരി പ്രവർത്തകവും പ്രവർത്തനവും ആകാശസ്മയകരമായി കാഴ്ചകൾ കാണത്തക്ക രീതിയിൽ അഭിമാനകരമായ രീതിയിൽ ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നാനാജാതികളും കുറേയുള്ള ആളുകളെ ഒത്തുചേർന്നുകൊണ്ട് ആഘോഷിക്കുന്ന ഈ തിരുനാളെ ഏർപ്പെടുത്തുന്ന ഇടവക സമൂഹത്തിന് വികാരിച്ചനും അതുപോലെ പ്രസിദ്ധീനും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഒപ്പം പ്രാർത്ഥനയും നൽകുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അതിമനോഹരമായ രീതിയിൽ ഇവിടെ
നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തില് 19 വായിക്കുന്നുണ്ട്. തമ്പുരാൻ പ്രകാശമായിട്ട് കടന്നു വന്നപ്പോൾ മനുഷ്യരെല്ലാം പാപം ചെയ്യുന്നവരായതുകൊണ്ട് അവർ പ്രകാശത്തെ വെറുത്തു. അവർ തിന്മയുള്ളവരായതുകൊണ്ട് അന്ധകാരത്തിൽ അവർ ആശ്രയിച്ചു. അന്ധകാരത്തിൽ വഴി അവർ പോയെന്ന് പറയുന്ന വചനമുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തില്. വീണ്ടും പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അത്തിത്തം പാടിയത്. വെളിച്ചം ദുഃഖമാണി തമസല്ലോ സുഖപ്രദം. എന്താണ് വെളിച്ചം? നമ്മളിലേക്ക് കടന്നു വരേണ്ട. തമസാണ് സുഖപ്രദം. ഒരു സാഹചര്യമാണെന്നുള്ളത് നമ്മൾ കടന്നു വരുന്ന മറ്റൊരു മേഖലയുണ്ട്. നമ്മുടെ എല്ലാ പള്ളികളിലും എന്താണ് ചിത്രീകരിച്ചൊരു പഴമുണ്ട്, പക്ഷിയുടെ പഴം. എന്താണ് അതിന്റെ അർത്ഥം? ഈ പെലിക്കിൻ പക്ഷിയെ ക്രിസ്തുവിനെ പ്രദാനം ചെയ്തുകൊണ്ട് പെലിക്കിൻ പക്ഷി തന്റെ വാറുകൊണ്ട് അതിനുള്ള ഏറ്റവും കൂട്ടിയിടിപ്പിച്ച് ആ പഴങ്ങൾ കൊത്തിന്ന് പറന്ന് ജീവിക്കുന്ന സാഹചര്യത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതമാലയങ്ങളും ഇത് പ്രതികരിച്ചിരിക്കുന്നത്. വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. വേദപാഠ അധ്യാപകനാണ് അദ്ദേഹം. പക്ഷെ ആ മനുഷ്യന്റെ ഒരു കണ്ണുനീരുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയോടുകൂടി ചേർന്ന് ജീവിക്കുമ്പോൾ ഒരേ ഒരു മകനുണ്ട്. എന്റെ ആഗ്രഹം വലുതാണ്. 1 കോടിയോടെങ്കിലാണ് പണിയാൻ പോകുന്നത്. അമ്പലം വെള്ളി കൊടുത്താൽ പോരെ. എന്നിട്ട് ആ മനുഷ്യൻ പറയും, അച്ഛാ ഞാൻ എഴുതി കൊടുത്താൽ നാളെ എന്നോടും ഭാര്യയോട് ഇറങ്ങാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ അതുകൊണ്ട് അവൻ എഴുതി കൊടുക്കാത്തതിന് വേണ്ടി അപ്പൻ പറഞ്ഞ അച്ഛാ വീട്ടില് ഞാൻ അനുഭവിക്കുന്നത് തിക്താനുഭവമാണ്, ഒരുതരം അതിതീർത്തലാണ്, ഒരുതരം തള്ളലാണ്. കിട്ടാത്തതിന്റെ പേരില് മാതാപിതാക്കന്മാരെ മാറ്റി നിർത്തുന്നവര്, തഴഞ്ഞിരുന്നവര്, തള്ളി മാറ്റുന്നവര് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തില്. ഇത് രാഷ്ട്രീയ ശൈലി പോലെയാണ്. തഴയൽ മാത്രമല്ല, സമ്പർക്ക തന്ത്രം എന്ന് പറയും. വിദേശത്ത് മക്കളുണ്ടെങ്കിൽ വിദേശക്കാരുടെ പണം വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സഹോദരന്മാരുണ്ട്. അത് ലഭിച്ചാലേ ഞങ്ങള് അപ്പനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കൂ. 14 വയസ്സിൽ ഞാൻ വന്നതാണ്. 14 വയസ്സിൽ വന്ന് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, തന്നെ ചതഞ്ഞിട്ടുണ്ട്, തന്നെ വിളിക്കാൻ പോലും സാധിക്കുന്നില്ല. തന്നെ വളർത്തുമ്പോൾ ഞാൻ ആഗ്രഹിച്ച് നടന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വെച്ച് പറയുന്നത്. എനിക്ക് സമൃദ്ധമായ ഭക്ഷണമുണ്ട്. ഞാൻ വിശ്വസിക്കില്ല, തൊട്ട് വിശ്വസിക്കാം. കർത്താവിനെ കണ്ടാലും ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ 8-ാം ദിവസത്തിലാണ് ബുധനാഴ്ച 8-ാം ദിനത്തില് തോമസിന് വേണ്ടി പ്രത്യേകമായിട്ട് വന്നിട്ട് തോമസ് അടുത്തു വരിക, നിന്റെ കൈകൊണ്ട് എന്റെ പാർശ്വത്തിൽ കൊണ്ട് നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അവിശ്വാസിയാകാതെ തോമസ് നീ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോമസ് പറഞ്ഞ വാക്യമാണ് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് മലയാളത്തിലും പറയുമ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടാകുന്നത്. യോഹന്നാൻ 20:21 പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. എന്റെ രാജാവേ എന്റെ ദൈവമേ എന്റെ രക്ഷക എന്റെ ദൈവമേ എന്റെ ഗുരുവേ എന്റെ ദൈവമേ എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ആത്മസമർപ്പണം, ആ വിശ്വാസത്തിന്റെ ആഴം, ആ ഒരു ശക്തി പ്രകടനം തീവ്രമായ ഈ ഒരു വിശ്വാസത്തിനുള്ളതാണ് ഇന്ന് നമുക്ക് ആവശ്യം. ഹൃദയത്തെ തൊട്ട് കളയാൻ സാധിക്കണം നമ്മുടെ വിശ്വാസത്തെ ഈ കാലഘട്ടത്തില്. ചെന്ന് 2 കീഴ് കൊടുക്കാതെ പറ്റില്ല. ആ
ഒരു നല്ല പ്രതിമാറുണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് സഹോദരങ്ങളെ നീ ഇവരെ ഒന്ന് ശിക്ഷിക്കണമെന്ന് വിചാരിച്ച് നീ ഓളെ പിടിച്ച് 2 ആടിയൊക്കെ കൊടുത്തു. പെൺകൊച്ചിനെ ആടി കിട്ടി ഇവിടുത്തെ മൂലയിൽ പോയി നമ്മൾ കരയാൻ തുടങ്ങി. വേറെ എന്നാ ചെയ്യും? കഴിച്ചു കാണും. പക്ഷേ അവൾ മകനെ കലാശിച്ചപ്പോൾ ആ മകൻ വടിയിൽ പിടിച്ചിട്ട് അമ്മയ്ക്ക് നോക്കി എന്ന് കളിപാടുകയാണ്. എത്രയും മടിപ്പിച്ച് നോക്കി എന്തേ മമ്മിക്കും താണിക്കും മാത്രമേ ഈ വീട്ടിൽ തമ്മിൽ കളികൾ പാടുള്ളൂ. ഇതാണ് കളിപാട്. ചോദ്യം കുടുങ്ങിക്കൊണ്ടുവന്നാണ് ചോദ്യം കുടുങ്ങിക്കൊണ്ടു. അതുകൊണ്ട് കളിപ്പാടുകയാണ്. തല്ലിയില്ലമ്മ കൈ കാണുപോയി ചിന്തയിൽ തല്ലി കഴിച്ചുപോലെ. സഹോദരങ്ങളെ, അമ്മ തല്ലിയില്ല, അമ്മയുടെ ചിന്തയിൽ തല്ലി കഴിച്ചു. നമ്മുടെ ചിന്തയിൽ തല്ലി കഴിക്കാൻ കഴിക്കും. ഇതൊക്കെയാണ് ഇതിനപ്പുറം സംഭവിക്കുന്ന ലോകമുണ്ട്, ഭവനമുണ്ട്. നമുക്കറിയാം ഇത് നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ. ഈ തിരുനാളിന് അർത്ഥപൂർണമായ ഒരു തിരുനാള് ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ നേരുന്നു, ഇതിനുവേണ്ടി പണം കൊടുക്കുന്ന പുസ്തകത്തെ അനുവദിക്കുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിചാരിച്ചത് പറഞ്ഞു നിങ്ങളെല്ലാവരും സ്നേഹത്തോടും ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അറിയിക്കുന്നു. പരിശുദ്ധമായിട്ട് എല്ലാവരും ഒത്തുതീർപ്പ് സഹായിച്ചു. നമുക്ക് പരിശുദ്ധമായ ആശീർവാദമാണ്. തുടർന്ന് ചെറിയ വരുന്ന കലാപരങ്ങൾ ബാക്കി പിന്നീട് Jesus.
തന്റെ അകമഴിഞ്ഞ സേവനനിമിത്തം എല്ലാ ദിവസവും ഭക്ഷണം നേടണമെന്ന് സാക്ഷ്യം പിടിച്ചെങ്കിലും നിർഭവത്തിൽ നിന്നും വഴങ്ങി ഒരു ദിവസത്തെ സ്നേഹമില്ലെന്നാണ് ഒരുക്കിയിരിക്കുന്നത്. അത് വെളിവരുന്ന പ്രവർത്തനത്തിന് ശേഷം വ്യാഴാഴ്ച ഭക്ഷണം ആശീർവദിച്ച് വെച്ചിരിക്കുകയും അതിനുശേഷം മാത്രമേ ഓപ്പണാവുകയുള്ളൂ. ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് പരിമിതമാക്കാൻ കഴിഞ്ഞാൽ ഭക്ഷണശാലയിലേക്ക് പോകുന്നതാണ്. അവിടെ ചെന്ന് നമുക്ക് അറിയാവുന്നവരെ കണ്ടു മനസ്സിലാക്കിയ പോലെ വിവിധ കൗണ്ടറുകളുണ്ട്. എല്ലാ കൗണ്ടറുകളിലും നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം.